നമ്മൾ പലരും ഞാൻ എന്റെ മുതലിന്റെ ബാധ്യതയൊക്കെ വീട്ടിയിട്ടുണ്ട്, എന്റെ മുതലിന്റെ ഇടപാടുകളും സക്കാത്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോ പ്രത്യേകിച്ച് ബാധ്യതകളൊന്നും ഇല്ല എന്നും കരുതി സമാധാനിച്ചിരിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നിട്ട് എന്റെ മുതലിന്റെ ബാധ്യത ആകെ കൂടി ഒരു സക്കാത്തിൽ ഒതുങ്ങിയിട്ടുണ്ട് എന്നും ധരിച്ചാണ് അവൻ ഇരിക്കുന്നത്. ഈ ധാരണ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. ഇത് തെറ്റായ ധാരണയാണ്. മുതലാളിയുടെ ബാധ്യത സക്കാത്ത് മാത്രമാണ് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചു. ശരിക്കും പറഞ്ഞാൽ മുതലാളിയുടെ ബാധ്യത അല്ല സക്കാത്ത് എന്ന് പറയുന്നത്. പിന്നെയോ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് ചില നിശ്ചിതമായ മുതലിന്റെ ബാധ്യതയാണ്. അത് ഒരുപക്ഷെ പാവപ്പെട്ടവനുണ്ടാകാം. ചില മുതല് ശരിക്കും സക്കാത്ത് എന്ന് പറഞ്ഞ നിശ്ചിത മുതല് നിശ്ചിത കാലം കയ്യിൽ വെച്ചാൽ അതിൽ നിന്ന് നിശ്ചിത ഭാഗം പാവപ്പെട്ടവർക്ക് കൊടുക്കണം, അർഹർക്ക് കൊടുക്കണം. ഇതിന്റെ പേരാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പൊ നിശ്ചിത മുതലിൽ മാത്രമേ ഉള്ളൂ, അതല്ലാത്തതിലില്ല. അതും നിശ്ചിത കാലം വെച്ചാൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതില്ല. അപ്പൊ നിശ്ചിതമായ മുതല് നിശ്ചിതമായ ആളുകൾ കാലം സൂക്ഷിച്ചാൽ ഉണ്ടാകുന്ന ഒരു ബാധ്യതയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അത് മുതലാളിമാർക്ക് ചിലപ്പോൾ ഇല്ലെന്ന് വരാം, പാവപ്പെട്ടവർക്ക് ചിലപ്പോൾ ഉണ്ടായി എന്നും വരാം. അതുകൊണ്ട് സക്കാത്ത് ഒരിക്കലും ഒരു മുതലാളിയുടെ ബാധ്യത എന്ന് പറയാനില്ല. മുതലാളിയുടെ ബാധ്യത വേറെയാണ്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോ സക്കാത്ത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ആരുടെ കയ്യിൽ കുറച്ച് പണമുണ്ട്, ഉദാഹരണം പണത്തിന് സക്കാത്ത് ഉണ്ട് എന്ന് വെക്കുക. അങ്ങനെ വരുമ്പോൾ ആ 1,00,000 രൂപ അവൻ കയ്യിൽ സൂക്ഷിക്കുകയാണ്. അങ്ങനെ ആ 1,00,000 രൂപ അവൻ കയ്യിൽ വെച്ചാൽ, അവൻ ഒരു വർഷം സൂക്ഷിച്ചാൽ, ആ 1,00,000 രൂപ ഒരു വർഷം സൂക്ഷിച്ചു എന്നതിനാൽ അവന് സക്കാത്തുണ്ട്. യഥാർത്ഥത്തിൽ അവൻ കടം വാങ്ങിയതാ. 1,00,000 രൂപ അവൻ കടം വാങ്ങിയിട്ട് അവൻ 1,00,000 രൂപ കയ്യിൽ സൂക്ഷിച്ചതാ. എന്നാൽ അതിന്റെ പേരിൽ അവന് സക്കാത്തുണ്ട്. എന്തേ കാര്യം? അവൻ മുതലാളി ആയതുകൊണ്ടല്ല, അവൻ 1,00,000 കടം വാങ്ങി സൂക്ഷിച്ചതാ. അവന് വലിയ കടമുണ്ട്, ബാധ്യതയുണ്ട്, അത് വീട്ടേണ്ടതുണ്ട്. എങ്കിൽ അവന് സക്കാത്തുണ്ട്. പാവപ്പെട്ടവനാണ്, അവന് സക്കാത്തുണ്ട്. അല്ലെങ്കിൽ ഒരാൾ ഒരു ചെറിയ പെട്ടിക്കട നടത്തുകയാണ്. ആ പെട്ടിക്കടയിൽ ആകെ കൂടി അവൻ കൂട്ടി നോക്കുമ്പോ ഒരു 10-65,000 രൂപയുടെ മുതല് അവിടെ ഉണ്ട്, വിൽക്കാൻ വേണ്ടി വെച്ചത്. അവന് സക്കാത്തുണ്ട്. എന്നാൽ ഇപ്പുറത്ത് നമുക്കൊരു മുതലാളിയെ നിങ്ങൾ നോക്ക്. അയാൾ കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ്. അയാൾക്ക് വലിയ ബിൽഡിംഗ് ഉണ്ട്, അയാൾക്ക് വലിയ ഫ്ലാറ്റ് ഉണ്ട്, അയാൾക്ക് വലിയ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, അയാൾക്ക് റബ്ബർ തോട്ടമുണ്ട്, തെങ്ങിൻ തോട്ടമുണ്ട്. അങ്ങനെയുള്ള വലിയ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി അയാൾക്കുണ്ട്. ആ ഫ്ലാറ്റിൽ നിന്ന് അയാൾക്ക് വാടക കിട്ടുന്നു. അയാളുണ്ടാക്കിയ ഫ്ലാറ്റ്, അതിൽ നിന്ന് വാടക കിട്ടുന്നുണ്ട്. അതിന് വീണ്ടും അയാൾ ഫ്ലാറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് റബ്ബർ കിട്ടുന്നുണ്ട്, തെങ്ങിൻ തോട്ടത്തിൽ നിന്ന് തേങ്ങ കിട്ടുന്നുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് രൂപ അയാൾക്ക് ആസ്തിയുണ്ട്. ഇതിൽ അയാൾക്ക് സക്കാത്തുണ്ടോ? ഫ്ലാറ്റിന് സക്കാത്തില്ല, റബ്ബർ എസ്റ്റേറ്റിന് സക്കാത്തില്ല, തെങ്ങിൻ തോട്ടത്തിന് സക്കാത്തില്ല. അതുപോലത്തുള്ള അയാളുടെ ഭൂമികള്, അതിനൊന്നും സക്കാത്തില്ല. അതിൽ നിന്ന് കിട്ടിയ പണം ഒരു വർഷം സൂക്ഷിച്ചാൽ അതിന് സക്കാത്ത് ഉണ്ടാകും. എന്നല്ലാതെ ഈ റബ്ബറിനും ഇതുപോലത്തെ ഈ വസ്തുക്കൾക്കും ആസ്തികൾക്കും അയാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, കോടിക്കണക്കിന് രൂപ അവരുടെ ആസ്തി കയ്യിലുള്ളവന് സക്കാത്തില്ല. ഒരു 10-65,000 രൂപയുടെ പെട്ടിക്കടച്ചോടത്ത് നടത്തുന്നവന് സക്കാത്തുണ്ട്. ഇതെങ്ങനെയാണ് ഒത്തുപോകുന്നത്? അവിടെയാണ് നമ്മൾ പറഞ്ഞത് മുതലാളിയുടെ ബാധ്യത സക്കാത്തല്ല. അതാ നിശ്ചിത മുതൽ, സക്കാത്തിനുള്ള മുതൽ സൂക്ഷിച്ചെങ്കിലേ സക്കാത്ത് വരുള്ളൂ. സക്കാത്ത് ബാധ്യതയില്ലാത്ത ഒരുപാട് മുതലുണ്ട്. അതാണ് അയാൾ സൂക്ഷിച്ച ഈ പറഞ്ഞ ഭൂസ്വത്ത്, ഫ്ലാറ്റ്, അതുപോലെ ബിൽഡിങ്ങുകൾ എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും സക്കാത്തില്ല. അപ്പൊ പിന്നെ അയാൾക്ക് യാതൊരു ബാധ്യതയും ഇല്ല എന്ന് നമുക്ക് ധരിക്കാൻ പറ്റില്ലേ? അയാൾക്ക് ബാധ്യതയുണ്ട്, മുതലാളിക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത അയാൾക്ക് സക്കാത്ത് കൊടുക്കാനുള്ള മുതലുണ്ടെങ്കിൽ സക്കാത്ത് അയാൾ കൊടുക്കണം, അത് അയാളുടെ ബാധ്യതയാണ്. അതല്ല അയാളുടെ പ്രധാനപ്പെട്ട ബാധ്യത എന്ന് പറയുന്നത്. മറിച്ച് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി നേടിയ ഏതൊരാൾക്കുമുള്ള ബാധ്യത, അത് പ്രത്യേകം വേറെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ ബാധ്യത എന്ന് പറയുന്നത്? പലപ്പോഴും ഈ വിഷയം നമ്മുടെ നാടുകളിൽ വേണ്ട വിധം ചർച്ച വന്നിട്ടില്ല. മുതലാളിമാർക്ക് അതിന്റെ ഗൗരവം പഠിച്ചിട്ടില്ല. മുതലാളിമാർ അതിനെക്കുറിച്ച് ബാധ്യത നിറവേറ്റുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചുപെട്ടു പോലും ഉണ്ടാകുകയില്ല. അത്തരത്തിലുള്ള സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണത്? നമ്മുടെ ഓരോരുത്തരുടെയും നാട്ടിൽ, ഓരോ മുതലാളിയും ജീവിക്കുന്ന ആ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾ ഭക്ഷണത്തിന് കഷ്ടപ്പെടുന്നുവെങ്കിൽ, വസ്ത്രത്തിന് കഷ്ടപ്പെടുന്നുവെങ്കിൽ, പാർപ്പിടത്തിന് കഷ്ടപ്പെടുന്നുവെങ്കിൽ ആരാണ് അതിന്റെ ചെലവ് വഹിക്കേണ്ടത്? ആ ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാളുടെ ചെലവ് വഹിക്കാൻ പറ്റിയ ആരുമില്ല. ഒരു വിധവ, അവളുടെ ചെലവെടുക്കാൻ പറ്റിയ ആരുമില്ല.
അവൾക്ക് ഭക്ഷണത്തിന് പ്രയാസമുണ്ട്, വസ്ത്രത്തിന് പ്രയാസമുണ്ട്, പാർപ്പിടത്തിന് പ്രയാസമുണ്ട്, ഇനിയുമുണ്ട്, ഞാൻ പറയാം. അതിന് പ്രയാസമുണ്ടെങ്കിൽ ആരാണ് അവരുടെ ചെലവ് വഹിക്കേണ്ടത്? അത് ഗവൺമെന്റ് നോക്കണമെന്നാണോ പറയാ? അല്ലെങ്കിൽ ആരെങ്കിലും പള്ളി കമ്മിറ്റി ഒരു തീരുമാനമെടുക്കണം എന്നാണോ പറയാ? അല്ല. അതിന് ഫുഖഹാവ് പഠിപ്പിച്ച മാർഗം ഏതാണ്? മിൻ മയാസീരിൽ മുസ്ലിമീൻ, ആ നാട്ടിലെ മുതലാളിമാരുടെ സമ്പത്തിൽ നിന്നാണ് അതിന് വക കണ്ടെത്തേണ്ടത്. ഓരോ നാട്ടിലെയും മുതലാളിക്ക് ബാധ്യതയാണ് ആ നാട്ടിലെ പാവപ്പെട്ട ആളുകളുടെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും പാർപ്പിടത്തിലും ആർക്കെങ്കിലും ഇല്ലാത്തതുണ്ടെങ്കിൽ അത് നിവർത്തേണ്ട ബാധ്യത ആ നാട്ടിലെ മുതലാളിമാർക്കുണ്ട്. ആ നാട്ടിലെ മുതലാളിമാർക്കുണ്ട്. ഞാൻ എന്റെ സക്കാത്ത് കൊടുത്തു, റമദാനായപ്പോ 10 പേർക്ക് കിറ്റും കൊടുത്തു എന്നും പറഞ്ഞ് സമാധാനിച്ചിരിക്കുന്ന ഓരോ മുതലാളിയും നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ നാട്ടിൽ ഭക്ഷണത്തിന് കഷ്ടപ്പെടുന്നവരുണ്ടോ? വസ്ത്രത്തിന് കഷ്ടപ്പെടുന്നവരുണ്ടോ? പാർപ്പിടമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടോ? അതുകൊണ്ടൊന്നും തീർന്നില്ല. അവന് വല്ല ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഉജ്റത്തുത്വബീബ്, ഡോക്ടേഴ്സ് ഫീസ് കൊടുക്കേണ്ട ബാധ്യത നാട്ടിലെ മുതലാളിക്കുണ്ട്. അതുപോലെ തന്നെ സമനുദ്ധവാ, അവന് മരുന്ന് വാങ്ങേണ്ടതിന്റെ ചെലവ് കൊടുക്കേണ്ട ബാധ്യത നാട്ടിലെ മുതലാളിമാർക്കുണ്ട്. അതുപോലെ മരണാനന്തര കർമ്മങ്ങള്, അവന്റെ കർമ്മങ്ങള്, ഇങ്ങനത്തെ വല്ലതിനും പണമില്ലാതെ കഷ്ടപ്പെടുന്ന നാട്ടിലെ വല്ല ആളുകളുമുണ്ടെങ്കിൽ അതിന്റെ ബാധ്യത നാട്ടിലെ മുതലാളിമാർക്കാണ്. ഒരു മുതലാളി എങ്ങാനും ഒരു പാവപ്പെട്ടവന് വല്ല 500 1000 കൊടുത്ത് അതൊരു ഔദാര്യം കൊടുക്കും പോലെയാണ് അവൻ ചെയ്യുന്ന ചാരിറ്റി എന്ന് പറയുന്നത്. അത് അവന്റെ ഔദാര്യമേ അല്ല, അവന്റെ ഔദാര്യമേ അല്ല. അവൻ കൊടുക്കേണ്ട ബാധ്യതയാണ്, അവന്റെ സമ്പത്തിൽ നിർബന്ധമായിട്ടും വഹിച്ചിരിക്കേണ്ട ബാധ്യതയാണ്. ചികിത്സ എന്നൊക്കെ പറയുമ്പോ നാട്ടിൻപുറങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ ചികിത്സ വരുന്ന ആളുകളുണ്ട്. മുതലാളിമാര് കരുതുന്നത് എന്താ? ഇതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ, ഞാൻ കഷ്ടപ്പെട്ട് വേർപ്പൊയ്ക്ക് ഉണ്ടാക്കിയതാ, എന്നോട് എന്നെ ചോദിക്കേണ്ട അപ്പുറത്തും മുതലാളിയില്ലേ എന്ന് കരുതി മാറിയിരിക്കാനുള്ള ശ്രമമാണ്. ഇത് നാട്ടിലെ മുതലാളിമാർക്ക് ബാധ്യതയാണെന്ന് മാത്രമല്ല, ഒരു പാവപ്പെട്ട ആള് നമ്മെ വന്ന് നേരിട്ട് സമീപിച്ച് നമ്മോട് നേരിട്ട് ആവശ്യപ്പെട്ടാൽ നമ്മുടെ വ്യക്തിപരമായ ബാധ്യതയായിട്ട് അത് മാറും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടാൻ നമുക്ക് പറ്റില്ല. എന്തുകൊണ്ട്? സമ്പത്തിന്റെ ഒരു കൈകാര്യം മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ അതിന്റെ പരമാധികാരി അല്ല, സമ്പത്തിന്റെ പരമാധികാരി അല്ല നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള സമ്പത്തിനെ നമുക്ക് അനുവദനീയമായ മാർഗത്തിൽ വിനിയോഗിക്കാം. അതിന് ശറഅ് പറഞ്ഞ മാർഗത്തിൽ വിനിയോഗിച്ചാൽ നമ്മുടെ സമ്പത്ത് നല്ലതാണ്. അതാ പറഞ്ഞത് തുടക്കത്തിൽ, നിഅമൽ മാലു സ്വാലിഹു ലിർറജുലി സ്വാലിഹി, നല്ല മനുഷ്യന് നല്ല സമ്പത്ത് നല്ലതാണ്. ആ സമ്പത്ത് നന്നാവുന്നതിന്റെ പ്രധാനപ്പെട്ട മാർഗമാണ് അത് കൊടുക്കേണ്ടവരിലേക്ക് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് നാട്ടിലെ പാവപ്പെട്ട ആളുകള്. അത് സക്കാത്തല്ല, സക്കാത്ത് എന്ന ബാധ്യതയല്ല പറയുന്നത്, മറിച്ച് അതിനപ്പുറത്തുള്ള ബാധ്യതയാണ്. മുതലാളിമാര് നാട്ടിലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണത്തിലേക്ക്, വസ്ത്രത്തിലേക്ക്, പാർപ്പിടത്തിലേക്ക്, ചികിത്സയിലേക്ക്, മരുന്നിലേക്ക് കൊടുത്തിരിക്കണമെന്ന് മാത്രമല്ല, ഇനി ഒരു പക്ഷേ നാട്ടിൽ മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ദിമ്മിയായിട്ട് കാഫറുകളായിട്ട് ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് വരെ അത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് ഫുഖഹ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ബാധ്യത നിറവേറ്റിയതിന് ശേഷമാണ് അവൻ രണ്ടാമത്തെ ഹജ്ജ് ചെയ്യേണ്ടത്, അവൻ സുന്നത്തായ ഉംറ ചെയ്യേണ്ടത്, അവൻ ബഗ്ദാദിലേക്കും ഇറാഖിലേക്കും ഫലസ്തീനിലേക്കും ജോർദാനിലേക്കും യാത്ര പോകേണ്ടത്. അവന്റെ അത്തരത്തിലുള്ള ഊരുചുറ്റലും നാടുകറങ്ങലും സിയാറത്തിന് പോകലും സുന്നത്തായ കർമ്മങ്ങളും ഒക്കെ നിർബന്ധമായ ബാധ്യത വീട്ടിയതിന്റെ ശേഷം ചെയ്യേണ്ടതാണ്. എത്ര പേര് ഇത് കണ്ട് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്? അവന് രണ്ടാമതും മൂന്നാമതും അല്ലെങ്കിൽ വർഷം തോറും ഹജ്ജ് ചെയ്യും, ഉംറ ചെയ്യും എന്നൊക്കെ അഭിമാനവും പറഞ്ഞ് നടക്കുകയെന്നല്ലാതെ പാവപ്പെട്ടവർക്ക് എപ്പെങ്കിലും ഒരു 100 200 500 1000 കൊടുത്താൽ അവന്റെ ബാധ്യത തീരുകയില്ല, അവന്റെ ബാധ്യത തീരുകയില്ല. അത് കൃത്യമായിട്ട് കൊടുക്കുക എന്നത് അവൻ കൃത്യമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു ബാധ്യതയാണ്. അത് കൃത്യമായിട്ട് അവൻ ചെയ്യേണ്ടുന്ന ഒരു ബാധ്യതയാണ്. അത് ഔദാര്യമായിട്ട് കൊടുക്കേണ്ട ഒരു സംഗതിയുമല്ല. ഈ വിഷയത്തിൽ കൃത്യമായ ബോധ്യം നാട്ടിലെ മുതലാളിമാർക്ക് ഇല്ലാതെ പോകുന്നതിന്റെ ദുരന്തമാണ് നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സക്കാത്തിന്റെ വിഷയത്തിലുണ്ട്. കച്ചവടക്കാരുടെ ധാരണ തന്നെ നഷ്ടത്തിലായ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ്. ലാഭത്തിലാണെങ്കിലേ സക്കാത്തുള്ളൂ എന്നത് തീർത്തും തെറ്റായ ഒരു ധാരണയാണ്. അങ്ങനെയില്ല. ലാഭത്തിലാണെങ്കിൽ മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ എന്നില്ല. ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും സക്കാത്തിന് തികയുന്ന സംഖ്യ, ഉദാഹരണം 65,000 രൂപയുടെ വാല്യൂ ഉള്ള കച്ചവടമാണ് അവൻ നടത്തുന്നതെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കൽ ബാധ്യതയുണ്ട്. അങ്ങനെ മുതലാളിമാരൊക്കെ നാട്ടിൽ കൃത്യമായിട്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നാട്ടിൽ പാവപ്പെട്ടവരുണ്ടാകുകയില്ല, നാട്ടിൽ പട്ടിണി പാവങ്ങൾ ഉണ്ടാവുകയില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് യമനിലെ സക്കാത്തിനെ മദീനയിലേക്ക് കൊണ്ടുവന്നപ്പോ ഉമർ ഖത്താബ് തങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനാ അവിടുത്തെ സക്കാത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ
അവിടെ എല്ലാവർക്കും സക്കാത്ത് കൃത്യമായിട്ട് വിതരണം ചെയ്തപ്പോ അവിടെ സ്വീകരിക്കാൻ ആളില്ലാതെ പോയതിന്റെ പേരിലാണ് എന്നാണ് അവിടുത്തെ ഗവർണർ അതിൽ വിശദീകരണം കൊടുത്തത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുതലാളിമാര് അവര് പള്ളിക്ക് കുറച്ച് സംഭാവന ചെയ്യും, മദ്രസ കമ്മിറ്റി കൊടുക്കും. അങ്ങനെ പള്ളിയിലും മദ്രസയിലും ഒരു കമ്മിറ്റി മെമ്പർ ആകാനും സെക്രട്ടറി പ്രസിഡന്റ് ആവാനും പിന്നെ വകുപ്പുണ്ടോ എന്നാലോചിച്ച് അതിൽ കയറിക്കൂടും. എന്നിട്ട് മുതലാളി പിന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എന്താണെന്നറിയോ? പാവപ്പെട്ട നാട്ടിലെ കഷ്ടപ്പെട്ട ആൾക്ക് എല്ലാ പള്ളികളിലും കറങ്ങി പണം പിരിക്കാനുള്ള ഒരു കത്തിൽ അവൻ ഒപ്പിട്ട് കൊടുക്കും. പണം പിരിക്കാനുള്ള കത്തിൽ അവൻ ഒപ്പിട്ട് കൊടുക്കും. അങ്ങനെ ഒപ്പിട്ട് കൊടുത്ത് അതാണ് അവൻ ചെയ്യുന്ന നാട്ടിലെ ഏറ്റവും വലിയ ദീനീ പ്രവർത്തനം, അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സഹായം. അങ്ങനെ അന്യ നാട്ടിലേക്ക് യാചകരായിട്ട് ഇവരെ പറഞ്ഞു വിടാനല്ല മുതലാളിയെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്, മറിച്ച് അവൻ ആവശ്യമായത് കൊടുക്കാനാണ്. ഇതിനാണ് അള്ളാഹു പണം കയ്യിൽ തന്നത്. എന്നല്ലാതെ മുതലാളിയെ അള്ളാഹു പ്രത്യേകം കുറെ സ്നേഹിച്ചപ്പോ തന്നതാണ്, പാവപ്പെട്ടവനെ അള്ളാഹു പ്രത്യേകിച്ച് ദേഷ്യപ്പെട്ടപ്പോ ആയതാണ് എന്ന് ധരിക്കരുത്. ഇവനോടൊരു സ്നേഹവും മറ്റവനോടൊരു ദേഷ്യവും. ബഹുമാനപ്പെട്ട ഒരു സംഭവം പറയാറുണ്ട്. ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിന്റെ അടുക്കല് ഒരാൾ വന്ന് ചോദിച്ചു പോലും, ഞാൻ താടി വടിക്കുന്നൊന്നുമില്ല, പിന്നെ താടി വടിക്കുന്നില്ലെങ്കിലും കത്രിക കൊണ്ട് അതുപോലെ വെട്ടുകയെ ചെയ്യുന്നുള്ളൂ, വടിക്കുന്നില്ല, അപ്പൊ അല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു പോലും. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അള്ളാഹുവിന് പിന്നെ ബ്ലേഡിനോടൊരു ദേഷ്യവും കത്രികയോടൊരു സ്നേഹവും അങ്ങനല്ല. കത്രിക അത് ബ്ലേഡിന്റെ പണിയെടുത്താൽ അതിനും അതേ വിധിയാണ് എന്ന് മറുപടി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന പോലെ മുതലാളിയുടെ ഒരു ഇഷ്ടം, പാവപ്പെട്ടവനോട് ഒരു ദേഷ്യം, ഇത് നമ്മളായിട്ടുണ്ടാക്കുന്നതാണ്. അങ്ങനെയല്ല. അതുകൊണ്ട് മുതലാളിമാർ ഇത്തരം വിഷയത്തിലുള്ള കൃത്യമായ ഒരു ഉത്തരവാദിത്ത നിർവഹണം അത് ബോധ്യത്തോടു കൂടി ചെയ്യേണ്ടതാണ്. അങ്ങനെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാൽ നാട്ടിൽ കഷ്ടപ്പെടുന്ന ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകളില്ലാതെ പോകും. ശരിക്കും പറഞ്ഞാൽ ഭാര്യന്റെ ചികിത്സാ ചെലവ് നേരാവണ്ണം ഭർത്താവിനെ ഏൽപ്പിക്കാത്തതിന്റെ കാരണം എന്താ? പലപ്പോഴും ചികിത്സാ ചെലവ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിരിക്കും. ലക്ഷങ്ങൾ വരുന്ന ചെലവുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. അതൊരു ഭർത്താവിന്റെ ചുമലിൽ കൃത്യമായിട്ട് ഏൽപ്പിക്കുകയും കിട്ടിയില്ലെങ്കിൽ ഭർത്താവിനെ കോടതിയിൽ കയറ്റാൻ പറ്റും എന്ന വിധത്തിലാവുകയും ചെയ്താൽ പലപ്പോഴും ഭർത്താവിന് അത് പ്രയാസമാകും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നാട്ടിലെ ഭാരിച്ച ചികിത്സകൾ ആവശ്യമാകുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മുതലാളിമാർ നിർവഹിക്കേണ്ടതാണ്. ഇത് നമ്മുടെ നാട്ടിൽ ശ്രദ്ധയില്ലാതെ പോയി. എന്നിട്ട് പലപ്പോഴും സ്ത്രീകള് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉംറക്ക് പോകുന്നത് മഹറമായ ഒരാൾ പോലും ഇല്ലാതെ. അതാണ് അതിന്റെ രസം. ഈ വിനിയോഗിക്കേണ്ട പല രൂപത്തിലുള്ള പണവും എടുത്തിട്ട് അത് നിർബന്ധമായിട്ട് നാട്ടിൽ ചെലവഴിക്കേണ്ട വകുപ്പുകൾ അവിടെ ഉണ്ടായിട്ട് അതിലേക്കൊന്നും ചെലവഴിക്കാതെ സുന്നത്തായ ഉംറക്കും ഹജ്ജിനും പോവുകയാണ്, സിയാറത്തിനും പോവുകയാണ്. ഈ പോകുമ്പോ മഹറമോ അല്ലെങ്കിൽ ഭർത്താവോ കൂടെ ഉണ്ടാവുന്ന നിർബന്ധമാണ് ഈ സിയാറത്തിൽ. ആ മഹറം ഇല്ലാതെയാണ് പലപ്പോഴും ഒപ്പം പെണ്ണുങ്ങളുണ്ട് എന്ന് പറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ അമീറായ ഉസ്താദ് ഉണ്ടെന്നും പറഞ്ഞു പോകുന്നത്. ആ പൂക്ക് തന്നെ ഹറാം, ആ പൂക്കിലുള്ള രൂപത്തിലും ഹറാം. ഹറാമിന്റെ മേൽ ഹറാം കൊയ്യുന്നൊരു പണിയായിട്ട് മാറുക എന്നല്ലാതെ ഇത് ആഖിറത്തിലേക്കുള്ള ഒരു പ്രതിഫലം കിട്ടുന്ന കാര്യമായിട്ട് പലപ്പോഴും മാറുന്നില്ല എന്ന വളരെ ഗുരുതരമായ ഒരു വിഷയമായിട്ട് നമ്മുടെ സഹോദരന്മാരെ ചിന്തിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്.